ടാസ്കിൽ ബിഗ് ബോസ് കൊടുത്ത ടാസ്ക് എന്ന് പറയുന്നത് ബിഗ് ബോസ് അവസാനിച്ചതിന് ശേഷം പ്രേക്ഷകരെ ഏറ്റവും കൂടുതൽ ഓർത്തിരിക്കുന്ന ഒരു കണ്ടസ്റ്റന്റിന്റെ പേര് പറയാനും അതുപോലെ തന്നെ പെട്ടെന്ന് മറന്നു പോകുന്ന ഒരു കണ്ടസ്റ്റന്റിന്റെ പേരും പറയാൻ വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ ടാസ്ക് കഴിഞ്ഞ് എല്ലാവരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അനുമോള് പറഞ്ഞിട്ടുണ്ടായിരുന്ന പേര് എന്ന് പറയുന്നത് ഷാനവാസിനും ബിന്നീനെയാണ്. ഇവിടെ ആദിൽ നൂറയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ലക്ഷ്മീനെ അങ്ങനെ ഓർത്തിരിക്കാനൊന്നും പോകുന്നില്ല, ആൾക്കാരൊക്കെ വേഗം പെട്ടെന്ന് മറന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അനുമോള് പറയുന്നുണ്ട് അങ്ങനെ പറയാൻ ഒരിക്കലും പറ്റില്ല, ഒരാളെക്കുറിച്ച് പറയാൻ നമുക്കൊരു അധികാരമില്ല, നമ്മൾ അങ്ങനെ പറയേണ്ട കാര്യമില്ല. കാരണം ലക്ഷ്മീനെ ആണെങ്കിൽ പോലും നിങ്ങളെക്കുറിച്ചൊരു സ്റ്റേറ്റ്മെൻറ്റ് അവർ പറഞ്ഞ സ്ഥിതിക്ക് എന്ത് രീതിക്കാണെങ്കിൽ പോലും ചിലപ്പോൾ പ്രേക്ഷകർ ഇത് പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ആണെങ്കിൽ പ്രേക്ഷകർ ഇത് സ്വീകരിക്കാം. അതും കൂടെ നമ്മൾ ചിന്തിക്കണം. പ്രേക്ഷകർ ഇതൊന്നും ഓർത്തിരിക്കില്ല എന്നൊന്നും പറയാനുള്ള അധികാരം നമ്മൾക്കില്ല എന്നാണ് അനുമോള് പറയുന്നത്. ബിഗ് ബോസ് നിർബന്ധമായിട്ടൊരു പേര് പറയണമെന്നുള്ളത് കൊണ്ടാണ് അനുമോൾ ഈ പേര് പറഞ്ഞത് എന്നും അനുമോളാണ് ഒരു പ്രേക്ഷകയെങ്കിൽ അനുമോൾ എല്ലാവരെയും ഓർത്തിരിക്കുക എന്നൊക്കെയാണ് അനുമോൾ പറയുന്നത്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ അവിടെ നടന്നത് ജയിൽ നോമിനേഷൻ ആയിരുന്നു. ജയിൽ നോമിനേഷനിൽ അനുമോള് അക്ബറിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അക്ബറിലെ ഞാൻ കണ്ടിട്ടുള്ളത് ആകെ പാട്ട് പാടാനുള്ളൊരു ക്വാളിറ്റി മാത്രമാണ്. മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെട്ട് അവരെ സംസാരിക്കാൻ വിടാതെ ആ വിഷയം ചില സമയത്ത് എന്താണെന്ന് പോലും അറിയുന്നുണ്ടാവില്ല. എങ്കിലും അക്ബർ അതിൽ വന്നിട്ട് കുറച്ച് ഒരു ഗ്യാപ്പ് കിട്ടുമ്പോൾ ശബ്ദം ഉയർത്താന്നല്ലാതെ അക്ബറിന് പ്രത്യേകിച്ച് ക്വാളിറ്റി കാര്യങ്ങളൊന്നും ഇല്ല എന്നാണ് അനുമോള് പറയുന്നത്. പിന്നെ ഒരു എക്സാമ്പിളും പറയുന്നുണ്ട്, ഞാനും അതിൽ സംസാരിക്കുന്ന സമയത്ത് ഇടയ്ക്ക് കയറി ഇങ്ങനെ കൗണ്ടർ അടിക്കാനും അതിൽ സംസാരിക്കാനും വരാറൊക്കെ ഉണ്ട്, പിന്നെയും പാവമല്ലേ എന്നുള്ളതുകൊണ്ടാണ് ഞങ്ങൾ കൂടുതലായിട്ടൊന്നും പറയാത്തതെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ടാസ്കും കാര്യങ്ങളും കൊടുത്ത സമയത്ത് മിന്നൽ മുരളിയായിട്ടാണ് അക്ബറിനെ കൊടുത്തിട്ടുണ്ടായിരുന്നത്, അതുപോലും പ്രോപ്പറായിട്ട് ചെയ്തില്ല എന്നും പറയുന്നുണ്ട്. ഈ കാരണങ്ങളൊക്കെ കൊണ്ട് അനുമോള് ഫസ്റ്റ് പറഞ്ഞ പേരാണ് അക്ബർ, രണ്ടാമത് പേര് പറഞ്ഞതാണ് ലക്ഷ്മി. ഷാനവാസും ബിന്നിയും തമ്മിൽ ജയിലിൽ വെച്ചൊരു പ്രശ്നം നടക്കുന്ന സമയത്ത് ഒരു ആവശ്യമില്ലാതെ അതിൽ ആ കാര്യം എന്താണെന്ന് പോലും അറിയാതെ അതിൽ കയറി ഇടപെട്ട് വീണ്ടും പ്രശ്നം ഉണ്ടാക്കിയത് ലക്ഷ്മിയാണ്. അപ്പോൾ ലക്ഷ്മിനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അനുമോള്. അതുപോലെ തന്നെ ആര്യൻ്റെ ചപ്പാത്തി വിഷയം കിച്ചൺ ക്യാപ്റ്റൻ ആയിട്ട് പോലും ലക്ഷ്മി അത് ക്ലോസ് ചെയ്യേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നുള്ളൂ. അതിന് പകരം ആര്യനെ ബ്ലെയിം ചെയ്തിട്ട് കുറേ ആര്യനെ മോശമായിട്ട് വഴക്ക് പറഞ്ഞു. അപ്പോൾ അത് പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല, ലക്ഷ്മിക്ക് തന്നെ അത് ക്ലോസ് ചെയ്യാന്നൊക്കെയായിരുന്നു അനുമോള് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അനുമോള് പറഞ്ഞത് അക്ബറിനെയും ലക്ഷ്മിനെയാണ്, അനീഷ് പറഞ്ഞത് ഷാനവാസിനെയും നെവിനെയാണ്. ഷാനവാസ് പറഞ്ഞത് അനീഷിനെയും ലക്ഷ്മിനെയാണ്, നെവിൻ പറഞ്ഞത് അനീഷിനെയും അനുമോളെയാണ്, ലക്ഷ്മി പറഞ്ഞത് ആദിലേനെയും അക്ബറിനെയായിരുന്നു, ബിന്നി പറഞ്ഞത് അനീഷിനെയും ഷാനവാസിനെയും, ആര്യൻ പറഞ്ഞത് ലക്ഷ്മിനെയും അനീഷിനെയും, അക്ബർ പറഞ്ഞത് അനീഷിനെയും ലക്ഷ്മിനെയും, സാബുമാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ലക്ഷ്മിനെയും ഷാനവാസിനെയാണ്. അപ്പോൾ ഇത്തവണത്തെ ജയിൽ നോമിനേഷനിൽ 5 വോട്ടാണ് അനീഷിന് കിട്ടിയിരിക്കുന്നത്, 7 വോട്ടാണ് ലക്ഷ്മി കിട്ടിയിരിക്കുന്നത്.